ഏറ്റവും മുകളിൽ കൊണ്ട് വെച്ചാലോ ഈ റോഡല്ല ഭയങ്കര കേറ്റാ. നമ്മളെ കൂടെ ഇന്ന് ചെന്നൈ എല്ലാ കല്യാണങ്ങൾക്കും വന്ന് ഡാൻസ് കളിച്ചു കൊടുക്കുന്നതായിരിക്കും. വെറൈറ്റി ഡ്രസ്സാണ്. ശേഷം നമ്മളിപ്പോ ഇവിടെ നീലിമല അല്ലേ, നീലിമല കയറിക്കൊണ്ടിരിക്കുകയാണ്. അത് നല്ല ട്രക്കിംഗ് വൈബാണ് കണ്ടോ. വെൽക്കം ബാക്ക്. നമ്മള് വയനാട് പെട്ടെന്ന് വന്ന് കോയമ്പത്തൂർ പയ്യന്മാരുടെയാണ് വന്നത്. അതെ, അപ്പൊ നമ്മള് കോയമ്പത്തൂർ റൂമിൽ നിന്ന് എല്ലാവരുടെയും നമ്മൾ വയനാട് വന്നു. നമ്മളൊരു ബഡ്ഡിയുടെ വീട് അവിടെ ആയതുകൊണ്ട് നമ്മൾ വയനാട് കറങ്ങാൻ വന്നു. അത് നീലിമല എന്ന് പറഞ്ഞൊരു മലയിലാണ്. ബാക്കിൽ തന്നെ തേയിലത്തോട്ടങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയാണ് വന്നത്. നല്ല കയറ്റം ഉണ്ടായിരുന്നു. അപ്പം ഇന്നലെ രാത്രി എത്തി. അപ്പൊ അതൊന്നും എടുക്കാൻ പറ്റിയില്ല, ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി. നമ്മളപ്പോ ഇന്ന് രാവിലെ തൊട്ട് ഫുൾ കറങ്ങാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇന്ന് മൊത്തം അതായിരിക്കും കാണിക്കാൻ പോണം. നല്ല സീനറി ഉണ്ട് അല്ലേ ബാക്കിൽ. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. അല്ല ബാക്ക് എല്ലാരും ഉണ്ട്. ഒരുത്തൻ മാത്രമേ ശ്രീരാമ മാത്രം ഇല്ലല്ലേ. അതാ ദുബായി നിറക്കെ ഹുഡ് ചെയ്തിട്ടാണ് നമ്മളെ പയ്യ. ഇതില് നോക്കടാ, ട്രെയിനിൽ കാണണക്ക് തന്നെ. നോക്കടാ, അതില് കാണാൻ കൊള്ളാം. കോടയൊക്കെ എന്താ. നല്ല ക്ലിയറും ഉണ്ട്, നല്ല വെളിച്ചം ഉണ്ടായിരുന്നാണ്. വൈബ് വിനീഷ്യസ്. ശരി ഗൈസ്, അപ്പൊ നമ്മളിനി കേറിയിട്ട് അവിടുത്തെ വ്യൂ കാണിച്ചു തരാം. അതിൽ വന്ന സമയം കൊള്ളാം. നല്ല മഴയുണ്ട്, നല്ല ചർക്കലും ഉണ്ട്. ഇനി കുറച്ച് കയറ്റങ്ങൾ കയറണം. കണ്ടോ, മൊത്തം കോട ബാക്കില്. വാവ്. അപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി കുറെ ഉണ്ട് നടക്കാൻ. അവരൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടോ കോട. നമ്മള് കൊടയൊക്കെ എടുത്ത് പയ്യെ പോയ. മഴയുണ്ട്, നല്ല ചർക്കലും ഉണ്ട്. എല്ലാരും അവിടെ നടക്കാൻ വേണ്ടി നിൽക്കുകയാണ്. നല്ല കോട. അങ്ങനെ വീണ്ടും അടുത്തൊരു സ്പോട്ട് നീലിമല. നടന്നുകൊണ്ടിരിക്കുന്നു. കാണും. കിട്ടിയാ ഞാൻ പറയട്ടെ, നമ്മുടെ നല്ലൊരു ഇതുണ്ടല്ലേ, കോടയൊക്കെ പോണത് കാണാൻ നല്ല സുഖം. ഇതാണ് എന്റെ വയനാട്. അതെ അതെ, എല്ലാരും കണ്ടോ. ഇനി കുറച്ചുകൂടി ഹൃദിക്കിന്റെ വയനാട്. ഗൈസ്, ആ വാട്ടർഫോൾ നിങ്ങൾക്ക് കാണാമോ? അപ്പൊ ഇനി അവിടെ പോയിട്ട് വരാം. പക്ഷെ നല്ലൊരു വ്യൂ ആയിരുന്നു. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് വീണ്ടും ഇവിടെ തന്നെ വരാം. ഗൈസ് കണ്ടോ, എന്റെ ബാക്കിൽ നിന്ന് മലേന്റെ വ്യൂ. ഇപ്പൊ കോടയൊക്കെ മാഞ്ഞു തുടങ്ങി. അപ്പൊ ഇനി വെള്ളച്ചാട്ടം കണ്ടിട്ട് വരാം. അത്യാവശ്യം കൊള്ളാം, നല്ല വ്യൂ ഉണ്ട്. കോട വീണ്ടും വന്നു തുടങ്ങി. ഇനി കാണാൻ പറ്റില്ല. അപ്പൊ പെട്ടെന്ന് പോയിട്ട് വരാം. നമ്മള് വാട്ടർഫോൾ കാണാൻ വേണ്ടി താഴോട്ട് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മിസ്സായിരുന്നു, വീണിട്ടില്ല. സ്കിഡായി ഇറങ്ങാം. ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. വാട്ടർഫോൾ അടുത്തെത്താറായി. പെട്ടെന്ന് എന്റെ ഒരു സ്കില്ലായിട്ടുള്ള നമ്മൾ രക്ഷപ്പെട്ടു അല്ലേ. കാരണം നമ്മൾ ട്രെക്കിങ്ങിന് എക്സ്പെർട്ട് അല്ലടാ. നല്ല തന്നെ ഒന്നാമത് ഞാൻ ഇട്ടേക്കണ ക്രോക്സ് ആണ്. അപ്പൊ നല്ല ആയിട്ട് വീഴിക്കുന്നു. ചെരുപ്പൂരി വെച്ചോ. നമ്മളൊരു കാടിക്കൂടെ വാട്ടർഫോളിന്റെ ഇടയിൽ എത്താറായി. ഇത് വയനാട്ടിലൊരു ഹിഡൻ ലൊക്കേഷൻ ആണ്. നിങ്ങൾ തന്നെ കണ്ടോ. വയനാട്ടിലുള്ള ഇതിന് മാത്രമേ അറിയാവോ. അതെ, എനിക്ക് മാത്രമല്ല. ഇങ്ങനെ കുനിഞ്ഞൊക്കെ പോയി സ്വന്തം റിസ്കിൽ കാരണം ഇവിടെ. അതാ കടുക്കും. അപ്പം എടാ പൊന്നെ, ഞാൻ ഇവിടെ വേറെ വീഡിയോ എടുക്കല്ലേ. ഹരി എടുത്താ മതി. നമ്മൾ നടന്ന് പോവേ. കുറച്ച് പോസ് ചെയ്തേക്കാം, എന്നിട്ട് അവിടെ എത്തിയിട്ട് ബാക്കി കാണിച്ചു തരാം. നമ്മളെന്താ കേറി വന്ന് വാട്ടർഫോൾ കാണാൻ വന്നപ്പോ ടിസ്റ്റ് കോട. ഒരു 5 മിനിറ്റ് നിന്നാ 5 മിനിറ്റ് നിന്നാ അവിടെയാണ് വാട്ടർഫോള്. എവിടെയോ വരും. ഇപ്പൊ മൊത്തം കോടയാ. കോടൊക്കെ ഇറങ്ങി വന്ന് കാണാൻ വേണ്ടി നമ്മൾ റീറ്റേക്ക് എടുക്കുന്നു. സംഭവം കോട പോയി. അപ്പൊ മലയിന്ന് നല്ല കോടയൊക്കെ പോയിട്ട് കാണാനും നല്ല രസമുണ്ടല്ലോ. ഇവിടെ ഇരുന്ന് സീനറി കണ്ടോണ്ടിരിക്കുകയാണ്. കോടയൊക്കെ പോയപ്പോ നല്ല രസമുണ്ട് കാണാൻ. ഇതാ വാട്ടർഫോൾ ഇവിടെ ഇങ്ങനെ വന്നു. അതാ ഇവിടെ ഇങ്ങനെ പോയി അങ്ങോട്ട് മീൻമുട്ടി വാട്ടർഫോൾ. വാവ്, നല്ല രസമുണ്ട് കാണാൻ.
ഗൈസ് വാവ്, എല്ലാവരും ഇവിടെ നിന്ന് നോക്കിയാണ്. ഫ്രെയിം പിടിക്കാൻ നോക്കട്ടെ. യാ, മലകൾ, നല്ല മല. വാവ് ഗൈസ്, വാട്ടർഫോൾ എല്ലാം കാണാം, എല്ലാരും കാണാം. സ്പോട്ട് കൊള്ളാം, നല്ല മലയും. വാവ്, ഇനി നമുക്ക് കുറെ സ്പോട്ട് കാണാനുണ്ട്. അത് കണ്ട ആരും വരാണ്. നമ്മുടെ നീലിമല, ഈ ചാടുന്ന വെള്ളം മീൻമുട്ടി വാട്ടർഫാൾസ് ആണ്. ഇടാൻ സ്പോട്ടാണ് ഇത്. കണ്ടോ ഗൈസ്, ആ വെള്ളത്തിന്റെ കുറച്ചും കൂടി സൂം ചെയ്താൽ ക്ലാരിറ്റി പോകും. കൊള്ളാം. അടുത്ത കൂടെ സെൽഫി എടുക്കാൻ. ഓക്കെ ഗൈസ്, ഇതാണ് ഇവിടെ കാണാനുള്ള ഇത്. നല്ല വ്യൂ ഉണ്ട്, കൊള്ളായിരുന്നു. കണ്ട വാട്ടർഫോൾ ആണ്. ഫോട്ടോ എടുക്കാം. നമ്മൾ മൊട്ടക്കുന്നിലെത്തിയിരിക്കുന്നു. മൊട്ടക്കുന്നില്ലേ? അവിടെ എത്തിയിരിക്കുന്നു. ഋതുവിനൊരു ഫ്രെയിം സെറ്റ് ആക്കി കൊടുക്കുകയാണ്. അമ്പോ, മാസ് മാസ് മാസ്. ഗൈസ് കം ഓൺ ഗൈസ്, ഫോളോ ചെയ്യാം. ഇപ്പൊ ഇവിടെ നിന്ന് കട്ടനൊക്കെ വാങ്ങിച്ച് ഇങ്ങനെ വ്യൂ ഒക്കെ കണ്ടിരിക്കാം. നാടൻപട്ടി ബോട്ടിംഗ്. ഫോട്ടോ ഒക്കെ പിന്നെ എടുക്കാം. അത് ഞാൻ ഇതൊന്ന് കാഴ്ചകൾ കാണിച്ചു കൊടുക്കട്ടെ. നല്ല കാഴ്ച. ഏയ് വേണ്ട, ഈ കാഴ്ച മതി. ഇതൊക്കെ എന്ത് സംഭവം എന്തോ, പക്ഷെ സാധനം കൊള്ളാൻ പറ്റൂ. റിവ്യൂസ് ഉണ്ട് ഗഡീസ്. ഫോട്ടോ കൊള്ളാം. ഓ കൊള്ളാം. രാമൻ വരാത്തോണ്ട് നമ്മളോട് കൂട്ടിന് ആള് വന്നു. ഗൈഡ് ഇതല്ലേ, ഇത് കണ്ട് ഗൈഡ്. വെൽക്കം ബാക്ക്. അപ്പം നമ്മൾ കുറേ ട്രിപ്പൊക്കെ കഴിഞ്ഞു. ട്രിപ്പ് എന്ന് വെച്ചാൽ 2 സ്ഥലത്തൊക്കെ പോയിട്ട് വന്ന് ക്ഷീണിച്ചിന്ന് കുറച്ച് നേരം റൂമിൽ കിടന്നിട്ട് പയ്യെ പോകുന്നത്. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടോ, ഇത്തിരി ഹോണ്ടഡ് ഹൗസ് ആണ് കൊണ്ട്, പക്ഷെ കൊള്ളാം, ഇത്തിരി വൈബാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് നേരെ സുൽത്താൻ ബത്തേരി പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഒരു സിനിമയൊക്കെ കണ്ടിട്ട് ഫിഫേൻ്റെ കളിയുണ്ട്, അതും കണ്ടിട്ട് നാളെ വീണ്ടും അടുത്ത പ്ലാൻ. അപ്പം ഇന്ന് ഇവിടെ നിന്ന് ഉറക്കം എണീച്ച് പോകാൻ നേരത്തെ അടുത്ത വീഡിയോ ഇടാം. നീയൊക്കെ എണീച്ച് മന്തി കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മള് മന്തി കഴിക്കാൻ വേണ്ടി വന്നു. നല്ലൊരു മന്തിയൊക്കെ എടുത്ത് റെഡി ബൂംബാകും. അങ്ങനെ നമ്മൾ സിനിമ കാണാനാണ് അടുത്ത പ്ലാൻ. നമ്മൾ നോബഡി പൃഥ്വിരാജിന്റെ സിനിമ കാണാനാണ് എല്ലാവരും കൂടെ പോകുന്നത്. അപ്പൊ ഇനി സിനിമ കണ്ടിട്ട് ഫിഫയുടെ കളിയാണ് നമ്മൾ കാണാൻ. സിനിമയൊന്നും കാണിച്ചു തരൂല, കോപ്പി റൈറ്റ് വരും. അപ്പൊ നമ്മൾ ഇതൊക്കെ കണ്ടിട്ട് ഫിഫയുടെ കളി കാണാൻ പോണത് കാണിച്ചു തരാം ഗൈസ്. അങ്ങനെ നമ്മൾ സിനിമയൊക്കെ കണ്ടിറങ്ങിയിട്ട് ഇപ്പൊ നേരെ നമ്മൾ ഫിഫ കളി കാണാൻ വന്നേക്കിടുന്ന്. സ്പെയിനും ബെൽജിയവും കളി. അപ്പൊ അതും കൂടെ കണ്ടിട്ട് തിരിച്ച് റൂമിൽ പോയി കിടന്നിട്ട് നാളത്തെ പരിപാടി ചെയ്യാൻ വിചാരിച്ചു. അപ്പൊ നമ്മൾ വയനാട് ഇവിടെയാണ്, ഇവിടെ സ്ട്രീമിംഗ് ഉണ്ട്. അപ്പൊ ഇവിടെ കാണാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇവിടെ കളി കണ്ടിട്ടായിരിക്കും ഇനി ബാക്കി പരിപാടി. രാവിലെ നമ്മൾ എണീച്ചിട്ട് ചിക്കനൊക്കെ മേടിക്കണം. ഇന്നിവിടെ ഗ്രില്ല് ചെയ്യാനൊക്കെ പ്ലാൻ ഇട്ടിട്ടുണ്ട്. ഇത് വേറൊരു ട്രക്കിംഗ് സ്പോട്ട് പയ്യനെ അറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ എൻ്റെ വീട്ടിൻ്റെ ബാക്കിൽ കുറച്ച് പറമ്പുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ അവന്മാർ മാങ്ങ പറിക്കണം. വീഡിയോ കാണിച്ചു പറിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. കല്ലൊക്കെ എടുത്ത് എറിഞ്ഞ് ഒരു മൈൻഡിലൊക്കെയാണ്. അതുവരെ വീട് കാണിച്ചു തരാം. ഇതിൻ്റെ സൈഡ് ഫ്രണ്ട് വ്യൂ കാണിച്ചില്ലല്ലോ. ഒരു കിടിലം മരം, കൊള്ളാം. ഒരു പിങ്ക് കളർ പൂവണക്ക് സാധനം വീഴുന്നുണ്ട്, കണ്ടോ. അൾട്രാ വൈലറ്റ് അല്ലേ, ഞാൻ നേരത്തെ കാണിച്ചെന്നാലും. ഇവിടെയാണ് നമ്മൾ നിൽക്കുന്ന സ്ഥലം. കണ്ടിട്ട് ഇത്തിരി കിടിലായിട്ടുണ്ട്, പക്ഷെ ഭയങ്കര തണുപ്പാണ്. രാത്രിയൊക്കെ ആകുമ്പോൾ എൻ്റെ പൊന്നെ ഇടിച്ചാതി തണുപ്പാണ്. അതൊക്കെയാണ് നമ്മൾ ഇനി ഇവിടെ നിന്ന് ചിക്കനൊക്കെ മേടിച്ച് ഗ്രില്ല് ചെയ്ത് ഇന്നലത്തെ കളിയൊക്കെ കണ്ടായിരുന്നു. ഇന്നത്തെയും കൂടെ കാണണം ഫിഫയിൽ. നോക്കട്ടെ. അപ്പം ഇനി ഇവിടുത്തെ കുറച്ച് പരിപാടികളുള്ളതൊക്കെ വീഡിയോ എടുക്കാം. ഓക്കെ, ആണ് ഇതിൽ. ഓ ഒന്നും വീണില്ല. മാങ്ങയൊക്കെയാണ് ഫോക്കസ് ചെയ്ത് വെച്ചത്. ഇത് വീഴ്ത്താനാണ് നോക്കണത്, പക്ഷെ ഇവിടെ കൊണ്ടുതാ ഇതിലെറിഞ്ഞത് ഇവിടെ കൊണ്ട് മാങ്ങതാ ഇവിടെ നിൽക്കുന്നു. ആര് വീഴ്ത്തിയിടും? എന്നാ വീഴ്ത്തിയിടും, നോക്കട്ടെ. വീഴും എന്തായാലും. ഇതിൽ വീഴ്ത്തിയിടാൻ വേണ്ടി പോവേണ്. ഓ തട്ടി. ഓ പഴുത്ത പേരൊക്കെ ഞാൻ ഇതെടുക്കാൻ പോയി. ഇതാണെങ്കിൽ കൈ എത്തണ ദൂരേ ഉള്ളൂ.
ഓ വീണ് വീണ് അങ്ങനെ അരിത മാങ്ങ വീഴ്ത്തിയെടുത്ത് ഋതുലിതാണ്ട് ഇങ്ങനെ നിക്കണ. ഇനി അടുത്ത ഏത് എടാ പേരൊക്കെ ഉണ്ടാ എവിടെ 2 മാങ്ങ അവിടെ ആരെണ്ണം എടുത്തോ അവിടെ ഈ 2 അല്ലേ? ഓക്കെ ഋതുലേ കമോണ്ട്രാ എടുത്ത് എറി. അമ്പോ ഇല്ല അവിടെ പറ്റിയില്ല. ഒന്ന് വീണ് കല്ലാണ് വീണത്. പേരൊക്കെ അയക്കാം കുറച്ച് ഹെൽത്തി പേരൊക്കെ. ഒരു സംഭവം ഇതിന്റെ പച്ച പേരക്ക ഞാവൽക്കാടും ഇതിനെക്കാട്ടി മരുത്തി കയറി അങ്ങ് പറിച്ചാലാ. ഓരോരുത്തരും ഓരോ പണി. മാങ്ങ പറിക്കുന്നു, സോറി പേരയ്ക്ക പറിക്കുന്നു, മാങ്ങ പറിക്കുന്നു, പേരയ്ക്ക കഴിക്കുന്നു. ആണ് ഒന്ന് കിട്ടിയ അടിയെന്ന് കുറച്ചുകൂടെ കേറി എടുക്കാന്നേ ഉള്ളൂ. പൊട്ടൂലടാ, അത് പൊട്ടും. ഫുട്ബോൾ കിട്ടി. ഫുട്ബോൾ നെയ്മർ ജൂനിയറിന്റെ സ്കില്ലാണ്. സ്കില്ലോക്കട്ടെ വാ മാങ്ങയിലൂടെ കഴിക്കാനേ ഫുള്ള് എറിഞ്ഞിട്ട് ഫുള്ള് പറമ്പോടെ എടുത്തല്ലേ. നമ്മള് വേറെ എവിടെ എത്തി? ചീനിമൂല കേവിലാണ്. അമ്പലയിൽ തന്നെയുള്ള സ്ഥലമാണ്. അതുപോലെ ഒരു കോറി, അതിന്റെ സെറ്റപ്പ്, അവിടുന്ന് കുറച്ച് വെള്ളമൊക്കെ ഒലിച്ചു തരും. കാണാൻ കുറച്ച് രസമാണ്. ഇതിപ്പോ നമ്മളേതോ പാറൊക്കെ ഇടിച്ചിട്ട സ്ഥലത്താണ്. കോറി കാണിച്ചുതരാം. നടുക്കരിക്കണ നെയ്മർ പോവാണ് മുമ്പിക്കൂടാ. എവിടെ? ഓ ചീനിമൂല ഉണ്ട് അപ്പുറത്ത്. നമ്മളെത്തി. കോറി സ്ഥലം സീനറി കാണിച്ചിട്ടുണ്ട്. കണ്ടോ ഗായ്സ്, പാറയാനൊക്കെ പൊട്ടിയാറിന് വെള്ളം വന്നു. ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. അതിഗംഭീരമായി നമ്മൾ ഇതിന്റെ മണ്ടയില് എങ്ങനെയൊക്കെയോ ചാടി കയറിയിരിക്കുന്നു. നല്ല എക്കോ സ്പോട്ട്. അതിഗംഭീരമായി ട്രക്കിംഗ് ഒക്കെ ചെയ്തു. ഹൈക്കിംഗ് ഷൂസ് ആണിതാ. സിദ്ധാർത്ഥ് ചെരുപ്പിട്ടാണ്. അതാണ് സിദ്ധാർത്ഥ. ഇറങ്ങണം എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഓ ഇനി ഇവിടെ നിങ്ങൾ സ്ലാൻഡ് ആയി. നമുക്ക് വാട്ടർഫാൾസ് കാണാൻ പോകും. എല്ലാരും ഇവിടെ ബട്ടർഫ്ലൈന്റെ സീനറി പിടിക്കാൻ നിൽക്കാറുണ്ട. ഏതാ എല്ലാരും ഒരു ബട്ടർഫ്ലൈനെ കിട്ടാൻ വേണ്ടിട്ടിരിക്കുക. പാവങ്ങൾ എല്ലാരും ഫോട്ടോ ഒക്കെ എടുത്ത് റെഡി ആയി നിൽക്കുക. നല്ല ബട്ടർഫ്ലൈസ്. ഇവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു. അവിടെ എൻ്റെ കൈ ഈ സ്പോട്ടിൽ നിന്ന് എല്ലാവരും നടന്ന് തിരിച്ചു പോകുന്നു. ഇനി വേറെ സ്പോട്ടുകൾ പോകാണ്ട്. അങ്ങനെ നമ്മള് വീട്ടിലൊക്കെ പോയി കഴിച്ചിട്ട് അടുത്ത എവിടെ പോണ? മഞ്ഞപ്പാറ വ്യൂ പോയിന്റിലേക്ക് വന്നിരിക്കുകയാണ്. മഞ്ഞപ്പാറ വ്യൂ പോയിന്റ്. ബ്രസീലിന്റെ ജേഴ്സി ഒക്കെ മാറ്റി വീണ്ടും വന്നു വ്യൂ എടുക്കാൻ പോയിന്റ് കാണേ. നടന്ന് കുറച്ച് പോവാണ്ട് ഗൈസ്. നടന്നിട്ട് അവിടെ എത്തിയിട്ടുള്ള വ്യൂ കാണിച്ചു തരാം.
ഗൈസ് നമ്മള് ഇവിടെ നടന്ന് ഇവിടെ ഇല്ലേ മറ്റേ മോഹൻലാൽ വണ്ടി മുക്കിയ സ്ഥലം. അത് നോക്കുക. ഓ ഇത് കാരാപ്പുഴന്റെ ഇത് കോറിയാണ്. പിന്നെ ആ കാണുന്നത് കാരാപ്പുഴന്റെ ഒരു ഭാഗമാണ്, കാരാപ്പുഴ ഡാമിന്റെ. അതാ ഇപ്പൊ നമ്മള് കാരണം എവിടെയാണ് സൺസെറ്റ് കാണാൻ നമ്മൾ കേറാൻ പോകുന്നത്. അതാ ഈ മല, ഇതാണ് മലയാണ്, ഒരു വ്യൂ പോയിന്റ് ആണ്. ഇതിന്റെ താഴെ വെള്ളമാണ്. എന്റെ താഴെ കോറി പിടിച്ചിട്ട് അപ്പൊ ഇതുണ്ട്, ഇത് ഇവിടെ പാറ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം ആ പറയില്ലേ, കണ്ട് ഈ പറ അത് ഇതൊരു തല. പിന്നെ അങ്ങനെ ഒരു മനുഷ്യ കിടക്കുന്ന പോലെയാണ് ഇത്. എനിക്ക് തോന്നണില്ല. അത്യാവശ്യം നല്ല കിട്ടില്ല വ്യൂ ഉണ്ട്. എനിക്കിത് പെട്ടെന്ന് കണ്ടിട്ട് മറ്റേ മോഹൻലാൽ വണ്ടി മുക്കിയ സ്ഥലം കണക്കുണ്ട്, ദൃശ്യം വണ്ണില്. ഇത് കണ്ടു. ഞാൻ പറഞ്ഞു അടുത്ത സ്പോട്ട് ഇവിടെ മീൻ പിടിക്കുന്ന പയ്യന്മാരൊക്കെ ഉണ്ട്. ഇത് കണ്ട അമ്പോ, നമ്മള് വിചാരിക്കും നമ്മള് വീഴോന്ന്. ഒത്തിരി അത്യാവശ്യം നല്ല ഇതൊക്കെ എങ്ങനെയാണ് എന്താ വെള്ളം ഇവിടെയൊക്കെ വന്ന് കെട്ടിക്കിടക്കണം. എങ്ങനെയായിരിക്കും വെറുതില് കാര്യമില്ല. അത്യാവശ്യം വ്യൂ ഉണ്ട്. ഇനി മലയെ കയറട്ടെ പെട്ടെന്ന്. നിങ്ങളിത് കണ്ടു ഗായ്സ്, നിങ്ങളിത് കാണുക. ഇന്ന് ഈ ഭൂലോകത്തിൽ മതി മതി. വയനാടിന്റെ മണ്ണിൽ സൂര്യപുത്രൻ ഋത്തിക്കിന്റെ നാട്ടിലാണ് നമ്മളുള്ളത്. അതെ, വൈകർണ ടോപ്പിലെത്തി. ആഹാ ആഹാ, നല്ല വ്യൂ. അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട്, നല്ല ശാന്തത, നല്ല കാറ്റ് മാത്രമുണ്ട്. പിന്നെ അവിടെ റിസോർട്ടാണ് അതാ അവിടെ. ഇത് കൊള്ളാം. ഫുള്ള് മലകൾ, എന്താ സീനറി. ലെഫ്റ്റ് ഇറ്റ് കൊള്ളാം. ഇതിന്റെ ഫ്രെയിം നോക്കട്ടെ. ഓ പോരാ പോരാ, ഇപ്പൊ കൊള്ളാറില്ലേ പയ്യന്മാര് ഫോട്ടോ എടുക്കണം. എല്ലാ പരിപാടിയൊക്കെ കഴിഞ്ഞ് ട്രക്കിംഗ് ഒക്കെ പോയിട്ട് ചിക്കൻ അൽഫാം അടിക്കാൻ വേണ്ടി ചിക്കനൊക്കെ വാങ്ങി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ലേറ്റ് ആയി. നമ്മള് ഇനി ഗ്രില്ല് ചെയ്യുമ്പോ കാണാം. രാത്രിയായി, കുറച്ച് ലേറ്റ് ആയി. നമ്മള് പരിപാടിയൊക്കെ സെറ്റ് ആക്കി വന്നപ്പോഴത്തേക്ക് നമ്മള് ചിക്കൻ വാങ്ങിട്ട് ഇനിയിപ്പോ ശരിയാക്കിയിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യുമ്പോ കാണാം. എന്താ പകുതി വെന്താ? പകുതി വെന്ത് അപ്പോഴായി റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അല്ല നിന്റെ ആ ഒരു ഇത് കാണിക്കാനേ, മനസ്സിലായ? എല്ലാം റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ അതെ അതെ, എടുത്ത് പറയണ എല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി എല്ലാം കളഞ്ഞിട്ടുണ്ട് പകുതിയോളം. എന്തായാലും റെഡിയാവും. ഇനിയും കുറച്ച് ചിക്കൻ അവിടെ ഇരിപ്പുണ്ട്, നല്ല സെറ്റ് ആക്കണം. അൽഫാമൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ എല്ലാം പക്കയാണ്. നമ്മൾ ചൂടാക്കി നമ്മളെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇത് പൊറോട്ടയാണ്. പൊറോട്ട അപ്പൊ നമ്മൾ ഇനി കഴിക്കാൻ പോവുകയാണ്. അങ്ങനെ കുറെ കഷ്ടപ്പാടിന് ശേഷം ഉണ്ടാക്കിയെടുത്ത് ഹോം മെയ്ഡ് മയോണൈസ് എല്ലാം ഉണ്ട്. അയ്യോ തളർന്ന് ചത്തൊരു പരുവായി. ഇനി കഴിക്കട്ടെ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ഇനി ഫിഫ കളി കാണാൻ പോവുകയാണ്. ഇംഗ്ലണ്ട് നോർവേയാണ്. കണ്ടേ പറ്റും, ഇത്തിരി സീന് കളിയാണ്. അപ്പൊ എല്ലാവരും എന്താ ഇവിടെ എല്ലാം സെറ്റായിട്ട് കളി കാണാൻ വേണ്ടിയിട്ടുള്ള മൈൻഡിൽ നിൽക്കുകയാണ്. അപ്പൊ നമ്മള് കളി കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. എല്ലാരും ഇന്ന് കളി കഴിഞ്ഞ് അർജന്റീനന്റെ കളിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാരും പോകും. അതിന് മുന്നേ പോകും. യവനും സിദ്ധാർത്ഥ മരിയൊക്കെ ഇപ്പൊ തന്നെ പോകും. നമ്മളൊക്കെ അർജന്റീനയുടെ കളി കഴിഞ്ഞിട്ടേ പോകുള്ളൂ. കഴിഞ്ഞിട്ട് നമ്മള് നേരെ കളി കാണാൻ വേണ്ടി പോവുകയാണ്. അന്ന് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഫിഫയുടെ കളി കാണാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. കളി ഇപ്പൊ തുടങ്ങിയിട്ടില്ല, ഇനി 16 മിനിറ്റ് ഉണ്ട്. ഇവിടെ നമ്മൾ കളി കാണാൻ പറഞ്ഞ എല്ലാരും കാറിന്റെ അകത്ത് ഇരിക്കുകയാണ്. ഇപ്പോഴൊന്നും ഇറങ്ങി പോവില്ല, കളി തുടങ്ങിയിട്ട് പോവാന്നുള്ള പ്ലാനിലാണ് എല്ലാവരും. അങ്ങനെ എല്ലാവരും തിരിച്ചു പോയിരിക്കുന്നു. ഇന്നലെ കളിയൊക്കെ കണ്ടു വന്നു. ഇനിയിപ്പോൾ ഞാനും ഇതിലും മാത്രമുണ്ട് പോകാൻ. നമുക്ക് വൈകിട്ടാണ് വൈകിട്ടാണ് പോകാൻ നിൽക്കുന്നത്. ഹരിയും സിദ്ധാർത്ഥൊക്കെ രാവിലെ തന്നെ പോയി കളി കണ്ട് അവിടെ നിന്ന് തന്നെ ബസ് കയറി പോയി. നമുക്ക് വൈകിട്ടാണ്. അപ്പോൾ ഈ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്തായാലും നമ്മളെല്ലാവരും അടിച്ചു പൊളിച്ചിരിക്കുന്നു. ഇനി എല്ലാവരും ഓരോരുത്തരും ഓരോ വഴിക്കാണ് പോകുന്നത്. ഓക്കെ, ബൈ ബൈ.